ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടാക്കിയ ഒരുപാട് ആക്റ്റുകളുണ്ട്. ആ ആക്റ്റുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം. അതിൽ പ്രധാനമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഭരണഘടനയിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് 1773 മുതൽ 1947 വരെയുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ആക്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 1600 ആണ്ടിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. 1600 ആണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളൊരു കമ്പനി രൂപീകരിച്ചിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാവുന്നത് ലണ്ടനിലാണ്. രൂപീകൃതമാകുന്നത്. അപ്പോൾ അവരൊരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂററ്റിലാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ മലയാളത്തിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ എഴുതാം. സൂററ്റിലാണ് ആദ്യം. സൂററ്റ് ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കമ്പനി രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് കാണുന്ന മദ്രാസ്, കൊൽക്കത്ത, ബോംബെ എന്നീ 3 സെൻറ്ററുകളിലേക്ക് അവർ പ്രധാനമായിട്ട് അവരുടെ കമ്പനിയുടെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കി. അതിൽ മദ്രാസ്, കൊൽക്കത്ത, അന്നത്തെ കൊൽക്കട്ടയല്ല, അന്നത്തെ കൽക്കട്ട, ഇന്ന് മുംബൈയാണ്, അന്ന് ബോംബെയാണ്. മദ്രാസ് എന്ന് പറയുന്നത് ചെന്നൈ, ഇന്നിപ്പം ചെന്നൈ എന്ന് പറയും. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലേക്ക് അവരുടെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചു. അപ്പോൾ അതിന് ശേഷം അവർ കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൊൽക്കട്ടയായിരുന്നു. കൊൽക്കട്ടയിലെ ബംഗാളായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ. അപ്പോൾ ബംഗാൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൻ്റെ ഒരു കാർഷിക സമൃദ്ധിയും ഒരു കച്ചവടത്തിനുള്ളൊരു സൗകര്യമൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1600 ശേഷം അവർ ഇവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ മെല്ലെ നമ്മുടെ ഭരണത്തിൽ കൈകടത്താൻ തുടങ്ങി. ആ ഭരണത്തിൽ കൈകടത്താൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട്. ആ നാട്ടുരാജ്യങ്ങളിൽ നിന്നും എതിർപ്പുണ്ടാവും. ആ എതിർപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് 1757 നടന്ന പ്ലാസി യുദ്ധം. 1757 നടന്ന പ്ലാസി യുദ്ധം. ഇത് സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നതാണ്. അതിൽ സിറാജുദ്ദൗള പരാജയപ്പെട്ടു. പ്ലാസി യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ സിറാജുദ്ദൗള സിറാജുദ്ദൗളയും ഇംഗ്ലീഷുകാരും, അതായത് ബ്രിട്ടീഷുകാരും ചേർന്നിട്ട് നടത്തിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള പരാജയപ്പെട്ടു. ബ്രിട്ടീഷ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൽ വിജയിച്ചു. അതിനുശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടക്കുന്നത് 1764 ഇതൊക്കെ നടക്കുന്നത് ബംഗാളിലാണ്. അപ്പോൾ ബക്സാർ യുദ്ധത്തിൽ ഷാ
ആലം ടു, അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാ ആലം ടു. ഷാ ആലം ടു ഷുജാഉദ്ദൗളയും മിർ കാസിമും ചേർന്നിട്ടാണ് ബ്രിട്ടീഷുകാരെ എതിർത്തത്. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ പരാജയപ്പെടുത്തി. അപ്പോൾ അവരെ പരാജയപ്പെടുത്തിയതിന് ശേഷം ഈ ഷാ ആലം ടുവിൽ നിന്നും ദീവാനി റൈറ്റ്സ് എന്നാണ് പറയുക. ദീവാനി റൈറ്റ്സ് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അതിനുശേഷമാണ് ഈ പ്ലാസി ബക്സർ യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണത്തിൽ പൂർണ്ണമായിട്ടും ഇടപെടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഇടവേളയിൽ തന്നെ നമ്മുടെ മൈസൂർ ഹൈദരാലിയും ടിപ്പു സുൽത്താനുമായിട്ടും ബ്രിട്ടീഷുകാർ യുദ്ധം നടത്തിയിട്ടുണ്ട്. മൈസൂർ യുദ്ധങ്ങൾ എന്നാണ് അത് അറിയപ്പെടുക. ഫ്രഞ്ചുകാരുമായിട്ട് കർണാട്ടിക് വാറുകൾ നടത്തിയിട്ടുണ്ട്. മറാത്ത യുദ്ധം നടത്തിയിട്ടുണ്ട്. അവരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഭരണം കീഴടക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തി. ഏകദേശം 1773 ആയപ്പോൾ. അപ്പം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ന് പറയുമ്പോൾ അവർ തുടങ്ങിയത് ഒരു വാണിജ്യ കേന്ദ്രമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വാണിജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അതിനുശേഷം അവർ നമ്മുടെ ഭരണത്തിൽ ഇടപെടുകയും ഭരണം കൈയടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇതിൽ പ്രധാനമായിട്ടും ഭരണതന്ത്രജ്ഞന്മാരോ ആൾക്കാരൊന്നുമില്ല. അവർ പ്രധാനമായിട്ടും കുറേ കച്ചവടക്കാരുടെ ഒരു ഗ്രൂപ്പാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ആർത്തിയാണ്, അതായത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ആർത്തി കൂടിയതോടുകൂടി ഈ നമ്മുടെ ബംഗാളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ കൊള്ളയടിക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാം. അങ്ങനെ കൊള്ളയടിച്ച് ഇതായതോടുകൂടി ഏകദേശം 1773, അതായത് 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്. 1773 ആകുന്നതോടുകൂടി ഏകദേശം ബ്രിട്ടീഷുകാരുടെ ഒരു സാമ്പത്തിക അടിത്തറ ഇളകി തുടങ്ങി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാമ്പത്തിക അടിത്തറ ഇളകി തുടങ്ങി. അപ്പോൾ സാമ്പത്തിക അടിത്തറ ഇളകി തുടങ്ങിയതോടുകൂടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും, അതായത് ഇംഗ്ലണ്ടിലുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും കടം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ കടം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് നല്ലൊരു അവസരമായിട്ട് കണക്കാക്കി. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ അവരുടെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു അവസരമായിട്ട് കണക്കാക്കുകയും ഒരുപാട് ആക്റ്റുകൾ കൊണ്ടുവരികയും ചെയ്യും. ഈ കൊണ്ടുവന്ന ആക്റ്റുകളാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ആമുഖം. അപ്പോൾ ഇനി നമുക്ക് ആ ആക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഒന്ന് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിൽ അതിനെ കാണാം. അതായത് 1773 മുതൽ 1858 വരെയുള്ള ഒരു കാലഘട്ടം. 1858 മുതൽ 1947 വരെയുള്ള രണ്ടാം കാലഘട്ടം. ഇതിൽ 1773 1858 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കമ്പനി റൂൾ എന്ന് വിളിക്കാം. 1858 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ക്രൗൺ റൂൾ എന്നും വിളിക്കാം. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറയും. അപ്പോൾ ഇതിൻ്റെ കീഴിൽ ഓരോ ഏരിയയുടെ കീഴിലും 3 സെക്ഷൻ ആക്റ്റുകളുണ്ട്. അത് നിങ്ങളൊന്ന് എഴുതി വെക്കണം. ആയിരത്തി 1773 1858 കാലത്തിൽ ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്റ്റാണ്. അതായത് 1773 വരുന്ന റെഗുലേറ്റിംഗ് ആക്റ്റാണ്. പിന്നെ വരുന്നത്
പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിന്നെ വരുന്നത് ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്റ്റുകൾ ഒന്നിൽ കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ക്രൗൺ റൂളിൻ്റെ അണ്ടറിൽ വരുന്നത് ഒന്നാമത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആക്റ്റുകൾ അത് ഒന്നിൽ കൂടുതലുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ. പിന്നെ ഇന്ത്യൻ കൗൺസിൽസ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. പിന്നെ വരുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് കമ്പനി റൂൾ വരുന്നത് 1773 മുതൽ 1858 വരെ. ക്രൗൺ റൂൾ വരുന്നത് 1858 മുതൽ 1947 വരെ. അതായത് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ഒരു സാമ്പത്തിക അടിത്തറ ഇളകി എന്നുള്ളത്. അപ്പോൾ ആ സാമ്പത്തിക അടിത്തറ ഇളകിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷുകാരുടെ എല്ലാ സാമ്പത്തിക അടിത്തറ ഇളകിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക അടിത്തറയാണ് ഇളകിയത്. അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതൊരു അവസരമായിട്ട് കണക്കാക്കുകയും അവരെ ഭരണത്തിന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭരണത്തിന് ഒരു കൂച്ചുവിലങ്ങ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആക്റ്റാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട്. ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. റെഗുലേറ്റിംഗ് ആക്ട് അത് 1773 കൊണ്ടുവരുന്നത്. ഈ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഭരണാധികാരി ജോർജ് മൂന്നാമനായിരുന്നു. ജോർജ് മൂന്നാമൻ. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ലോർഡ് ഫ്രെഡറിക് നോർത്ത് ആയിരുന്നു. ഫ്രെഡറിക് നോർത്ത്. ജോർജ് മൂന്നാമനും ലോർഡ് ഫ്രെഡറിക് നോർത്തും ആയിരുന്നു ഇത് അവിടുത്തെ മൊണാർക്കായിരുന്നു, അതായത് ഭരണാധികാരി. ഇത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മേൽനോട്ടം ബോർഡ് ഓഫ് കൺട്രോൾ നിയന്ത്രിക്കാൻ തുടങ്ങി. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് ഓഫ് കൺട്രോള് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിയന്ത്രിക്കാൻ തുടങ്ങി. അപ്പം ഭരണം നിയന്ത്രിക്കാൻ തുടങ്ങിയതോടുകൂടി തീർച്ചയായിട്ടും നിയന്ത്രിക്കുന്നതിന് ആ ഭരണം നടത്താൻ ആൾക്കാർ വേണം. അങ്ങനെയാണ് നമ്മുടെ ബംഗാൾ ഗവർണർ, അതുവരെ 1773 വരെ നമുക്കുണ്ടായിരുന്നത് ഗവർണർ ഓഫ് ബംഗാളാണ്. 1773 വരെ ഉണ്ടായിരുന്നത് ഗവർണർ ഓഫ് ബംഗാളാണ്. ഗവർണർ ഓഫ് ബംഗാളിൻ്റെ പേര് മാറ്റുകയും ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറലാക്കി മാറ്റുകയും ചെയ്തു. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അത് നമുക്ക് GGB എന്ന് വിളിക്കാം. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അതായത് 1773 വരെ ഉണ്ടായിരുന്നത് ഗവർണർ ഓഫ് ബംഗാളാണ്. 1773 ശേഷം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പുതിയൊരു പോസ്റ്റ് കൊണ്ടുവന്നു.
അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇത് നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും, വാറൻ ഹേസ്റ്റിങ്സ് ആണെന്നുള്ളത്. അത് ഒരു ചോദ്യം വരുന്നു, അതിൻ്റെ അടിയിൽ ഒരു ഉത്തരം വരുന്നു എന്നുള്ള രീതിയിലാണ് പഠിച്ചിരിക്കുക. എങ്ങനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നൊരു പോസ്റ്റ് നിലവിൽ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിന്നെ ഈ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കീഴിൽ അന്ന് ഉണ്ടായ പ്രധാന സംഭവങ്ങൾ, ഒന്ന് 1774 കൽക്കട്ടയിൽ, നമ്മൾ കൊൽക്കത്ത എന്ന് എഴുതുന്നില്ല, കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് നിലവിൽ വന്നു. ഈ സുപ്രീം കോർട്ട് നിലവിൽ വന്നത്, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് വരാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള അധിക ഓഫീസർമാരും കറപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെ ഒന്ന് വരുതിയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സുപ്രീം കോർട്ട് നിലവിൽ കൊണ്ടുവന്നത്. പക്ഷേ ഈ സുപ്രീം കോർട്ടിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുപ്രീം കോർട്ടിന് നിയന്ത്രണ അധികാരങ്ങൾ കുറവായിരുന്നു. അപ്പം പ്രോപ്പറായിട്ട് നമ്മുടെ ഓഫീസർമാരെ ഒരു വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ടിന് സാധിച്ചില്ല. അപ്പോൾ സുപ്രീം കോർട്ടിന് സാധിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ട പോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു പ്രശ്നം നികത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നൊരു ആക്ട് നിലവിൽ കൊണ്ടുവന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നൊരു ആക്ട് നിലവിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ രണ്ട് ആക്റ്റുകളിലാണ്, അതായത് 1773 റെഗുലേറ്റിംഗ് ആക്റ്റിലും 1784 പിറ്റ്സ് ഇന്ത്യ ആക്റ്റിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എങ്ങനെ അവരുടെ വരുതിയിലാക്കാം, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും, കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ച രണ്ട് ആക്റ്റുകളാണ് 1773 റെഗുലേറ്റിംഗ് ആക്റ്റും 1784 പിറ്റ്സ് ഇന്ത്യ ആക്റ്റും. അപ്പോൾ അതിൽ 1773 റെഗുലേറ്റിംഗ് ആക്റ്റിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, COD, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിമാരെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. എന്നാൽ പിറ്റ്സ് ഇന്ത്യ ആക്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ തന്നെ ബോർഡ് ഓഫ് കൺട്രോളിനെയും കൂടി കൊണ്ടുവന്നു. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, സിവിൽ സർവീസ് പോലെയുള്ള എക്സാമുകളിലാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. LDC എക്സാമുകളിൽ നമ്മളൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യം ഓർത്താൽ മതി. 1773 റെഗുലേറ്റിംഗ് ആക്റ്റിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സാണ് ഉണ്ടായത്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്റ്റിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും അവരുടെ കൂടെ ബോർഡ് ഓഫ് കൺട്രോളും കൂടി വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആക്ടിനെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വില്യം പിറ്റായിരുന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രി വില്യം പിറ്റായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കണക്കാക്കണം. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത സെഷനിലേക്ക് പോകുന്നത് ഒരുപാട് ചാർട്ടർ ആക്റ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചാർട്ടർ ആക്റ്റുകൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ചാർട്ടർ ആക്ട്സ്, അതായത് ചാർട്ടർ ആക്റ്റുകൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് 1793, 1813,
1833, 1853. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓരോന്നും 20 വർഷം കൂടുമ്പോഴാണ്, 20 വർഷം 20 ഇയേഴ്സ് 20 വർഷം കൂടുമ്പോഴാണ് ഓരോ ചാർട്ടർ ആക്റ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ 20 വർഷത്തേക്ക് ഇന്ത്യയിൽ ബിസിനസ് നടത്താനുള്ള ഒരു അധികാരമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുന്ന ആക്റ്റുകളാണ് ചാർട്ടർ ആക്റ്റുകൾ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ആക്ട് 1793, 1813 അത്ര പ്രധാനപ്പെട്ടതല്ല. നമുക്ക് 1833 ആക്ട് ഒരു പ്രധാനപ്പെട്ട ആക്റ്റാണ്. ചാർട്ടർ ആക്റ്റുകൾ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് 1833 ആക്ട്. എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാമെന്നുള്ളതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് വന്നപ്പോൾ ബംഗാൾ ഗവർണറിനെ അവർ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ അതിനുശേഷം 1833 എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്, നമ്മൾ നേരത്തെ GGB എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഡൊമീനിയോൺ അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? വില്യം ബെൻഡിക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥ കേൾക്കുമ്പോൾ കൃത്യമായിട്ടും എങ്ങനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ടായെന്നുള്ളതും ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എങ്ങനെയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി മാറിയെന്നുള്ളത്, ഇനി നമ്മൾ വൈസ്രോയിലേക്ക് പോകും, ആ കൃത്യമായിട്ടുള്ളൊരു ഓർഡർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അല്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ് വില്യം ബെൻഡിക്. അപ്പോൾ ഈ 1833 ചാർട്ടർ ആക്ട് ആയതോടുകൂടി തന്നെ ഒരു വാണിജ്യ കമ്പനി എന്ന നിലയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭരണകൂടം എന്ന നിലയിലേക്ക് രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മെക്കാളെ പ്രഭുവിന് മുഖ്യ ഉപദേഷ്ടാവായിട്ട് സ്ഥാനം ഏറ്റു. മെക്കാളെ പ്രഭു മുഖ്യ ഉപദേഷ്ടാവായിട്ട് സ്ഥാനമേറ്റു. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. 1853 ചാർട്ടർ ആക്റ്റും 2-3 പോയിന്റ്സ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. 1853 ചാർട്ടർ ആക്റ്റിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. അതായത് നമ്മുടെ ലോക്കൽ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഭരണത്തിൽ വന്നത് ആദ്യമായിട്ട് 1853 ലോക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ലോക്കൽ റെപ്രസെൻറ്റേഷൻ 1853 ചാർട്ടർ ആക്റ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ലോക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ട് സിവിൽ സർവീസ് എക്സാം, അന്ന് ഭരണത്തിൽ സിവിൽ സർവൻസിനെ സെലക്ട് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് വംശജരായിട്ടുള്ള ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ത്യക്കാർക്കും എഴുതാൻ പറ്റുന്നൊരു, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും ഓപ്പൺ ആയിട്ടുള്ളൊരു സിവിൽ സർവീസ് എക്സാം വരുന്നത് 1853 ചാർട്ടർ ആക്റ്റോട് കൂടിയാണ്. ഇത്രയും പോയിന്റ്സ് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ 1853 വരെ എത്തി. അതിനുശേഷം എന്ത് സംഭവിച്ചു? 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം
പൊട്ടിപ്പുറപ്പെട്ടു. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി തന്നെ ഏകദേശം ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം വളരെ മോശമായ നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവരെ കൊണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള ഒരു കെൽപ്പില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ബോധ്യമായി. അതോടുകൂടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടി തന്നെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എഴുതിയത് 1773 മുതൽ 1858 വരെ കമ്പനി റൂൾ എന്ന് എഴുതിയത്. ഈ കമ്പനി റൂള് ഇന്ത്യയിൽ 1858 അവസാനിച്ചു. അതിനുശേഷം ക്രൗൺ റൂള് വന്നു. ക്രൗൺ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്, അതായത് ബ്രിട്ടീഷ് രാജ്ഞിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഇന്ത്യ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചേഞ്ച് വന്നു? നമ്മൾ പറഞ്ഞു ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൽ നിന്നും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മൾ GGI എന്ന് മാർക്ക് ചെയ്തു. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിൽ വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ക്രൗൺ റൂൾ വന്നതോടുകൂടി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിൽ നിന്നും നമ്മൾ വൈസ്രോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ പോസ്റ്റിലേക്ക് വന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കിതൊരു പാറ്റേൺ പോലെ കിട്ടും. അതായത് ഗവർണർ ഓഫ് ബംഗാൾ, അതിൽ നിന്ന് നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലേക്ക് വന്നു, അവിടുന്ന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിലേക്ക് വന്നു, അവിടുന്ന് വൈസ്രോയ്. അപ്പോൾ ഇത് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടും ഓർത്ത് വെക്കാം. അപ്പോൾ ലോർഡ് കാനിങ്ങിലേക്ക് വന്നു. അതിനുശേഷം ഈ ഇന്ത്യയിലുള്ള വൈസ്രോയിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് SOS സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പോസ്റ്റ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പോസ്റ്റ് ബ്രിട്ടനിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് സ്റ്റാൻലി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് അത്. അപ്പോൾ നമ്മൾ 1857 വിപ്ലവം വന്നതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് ഈ വൈസ്രോയിയെയും SOSനെയും ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഷോർട്ടായിട്ട് എഴുതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതിന് അവർ വിളിച്ചത് ഗുഡ് ഗവേണൻസ് ആക്ട് എന്നാണ്. ഗുഡ് ഗവൺമെൻറ് ആക്ട് ഓർ ഗുഡ് ഗവേണൻസ് ആക്ട് ഓർ ഗുഡ് ഗവൺമെൻറ് ആക്ട്. ഗുഡ് ഗവൺമെൻറ് ആക്ട് എന്നാണ് അവർ അതിനെ അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് ഗുഡ് ഗവൺമെൻറ് ഒന്നും ആയിരുന്നില്ല. എന്താ പറയണ്ടത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കാളും മോശമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണം. എന്നാലും അവരതിനെ വിളിച്ചത് ഗുഡ് ഗവൺമെൻറ് ആക്ട് എന്നാണ്. അപ്പോൾ അതിനുശേഷം ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റാണ് നിലവിൽ വന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രധാനപ്പെട്ട 1861, 1892, 1909 ഇങ്ങനെ 3 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഉണ്ട്. അതിൽ നമുക്ക് 1861ഉം 1892 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് വേണ്ടത് 1909 മോർലി മിൻറ്റോ റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 അല്ലെങ്കിൽ
റിഫോംസ് എന്ന് പറയുന്നത്. മോർലി മിൻറ്റോ റിഫോംസ്. മോർലി മിൻറ്റോ റിഫോംസ് 1909. ഇത് പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ എന്ത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോർലി മിൻറ്റോ റിഫോംസ് എന്ന് പറയും. ഇതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ആണ്. കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് വെച്ചാൽ അതായത് സാമുദായിക വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടും ഒരു ഇലക്ടറേറ്റ് കൊടുക്കുക. അവരുടെ പ്രതിനിധികളെ സെലക്ട് ചെയ്യാനും ഇലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇലക്ടറേറ്റ് കൊടുക്കുന്ന സംവിധാനമാണ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത്. അതാണ് മോർലി മിൻറ്റോ റിഫോംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് അവരൊരു കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്നുള്ള ഇതിൽ നമ്മൾ മോർലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും മിൻറ്റോ വൈസ്രോയി ഓഫ് ഇന്ത്യയും ആയിരുന്നു. ഇത് ഓർമ്മിച്ചു വെക്കുക. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മിൻറ്റോ വൈസ്രോയി ഓഫ് ഇന്ത്യയും ആയിരുന്നു. അപ്പോൾ മോർലി മിൻറ്റോ റിഫോംസിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പോവാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഈ ആക്ടിന് പറയുന്ന പേര് മൊണ്ടേഗ് ചെംസ്ഫോർഡ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കാണ്. മൊണ്ടേഗ് ചെംസ്ഫോർഡ് എന്നാണ് എഴുതുക. ചെംസ്ഫോർഡ് എന്നാണ് ഉച്ചരിക്കുന്നത്. മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയും. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നമ്മൾ മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയും. അപ്പോൾ അതിൽ ഈ മൊണ്ടേഗ് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ചെംസ്ഫോർഡ് വൈസ്രോയി ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ആക്ടുകളൊക്കെ ഒരു കേന്ദ്രീകരണ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യ കേന്ദ്രീകൃതമായിട്ട് ഭരിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 1919 ഈ മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസോടുകൂടിയാണ് കേന്ദ്രീകരണത്തിൽ നിന്നൊരു വികേന്ദ്രീകരണ രൂപത്തിലേക്ക് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം വരുന്നത്. വികേന്ദ്രീകരണം ആദ്യമായിട്ട് വരുന്നത് ഈ മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസിലൂടെയാണ്. ആ സംവിധാനത്തെ നമ്മൾ ഡയാർക്കി എന്ന് പറയും. ഡയാർക്കി എന്ന് പറഞ്ഞാൽ ദ്വിഭരണം, ഇരട്ട ഭരണം എന്നൊക്കെ പറയാം. ഡയാർക്കി എന്ന് പറയും. ഇത്രയും പോയിന്റ്സ് മാത്രമേ നമ്മൾ ഈ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പഠിക്കാനുള്ളൂ. അതിൽ ഓർമ്മിച്ച് വെക്കേണ്ടത് മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ്. അതിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൊണ്ടേഗ് ആണ്, ചെംസ്ഫോർഡ് വൈസ്രോയി ഓഫ് ഇന്ത്യ ആണ്. ഇനി നമുക്ക് പോകാനുള്ളത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്, അതായത് ഈ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് ഭരണഘടനയുടെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയും. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള ബ്രിട്ടീഷ് ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. വേറെ അടിസ്ഥാനങ്ങളുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ട് വരുന്ന ബ്രിട്ടീഷ് ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ
ലക്ഷ്യം. അത് ഇന്ത്യക്കാർ ഒരുവിധം നമ്മൾ ആ ഒരു ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ് കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. അത് പ്രത്യേകം ഓർമ്മിക്കുക. പിന്നെ 1935 എന്ന് പറയുന്നൊരു ഡേറ്റിന് നിങ്ങൾ വേറെയും പ്രത്യേകതകൾ ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ കീഴിലാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപം കൊള്ളുന്നത്. പിന്നെ ഒരു ഫെഡറൽ കോർട്ട് നിലവിൽ വന്നു. അത് നമ്മുടെ സുപ്രീം കോർട്ട് വരുന്നതിന് മുന്നേ, അതായത് 1947 വരെ ഈ ഫെഡറൽ കോർട്ട് നിലവിലുണ്ടായിരുന്നു. 1935 ഫെഡറൽ കോർട്ട് നിലവിൽ വരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ PSCയും പ്രൊവിൻഷ്യൽ PSC. അതിനെ നമുക്ക് വേണമെങ്കിൽ ഫെഡറൽ PSC എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രൂപത്തിൽ അത് UPSC ആണ്. മറ്റേതിന് പ്രൊവിൻഷ്യൽ PSC എന്ന് വെച്ചാൽ സ്റ്റേറ്റ് PSC ആയിട്ട് കണക്കാക്കാം. ഇങ്ങനെയുള്ള ഒരു 3-4 പോയിന്റ്സാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് മോർലി മിൻറ്റോ റിഫോംസ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909, പിന്നെ മുണ്ടേഗ്-ഷെംസ്ഫോർഡ് റിഫോംസ് 1919. ഈ വർഷങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കണം. ഈ വർഷങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു. അതിനുശേഷം 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ ബ്രിട്ടീഷ് ഭരണം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് അവസാനിച്ചു. അതിനുശേഷം ഇന്ത്യ വിഭജനം, പാർട്ടീഷൻ വന്നപ്പോൾ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളോട് ഒന്നുകിൽ ഇന്ത്യൻ ഡൊമീനിയോണിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഡൊമീനിയോണിലോ ചേരുവാൻ വേണ്ടിയിട്ട് അന്നുള്ള ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. പിന്നെ ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വേറൊരു ചാനലിലൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപവൽക്കരണം നടക്കുന്നത്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നെഹ്റു റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ ആക്റ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നമസ്കാരം.